Hi friends, I am Rani. Welcome back to my channel. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വെഡിങ്ങും ഒരു എൻഗേജ്മെന്റ് പാർട്ടിയും വരുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ തുണി തപ്പി ഷോപ്പിൽ നടന്ന് ഞാൻ മടുത്തു. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, അപ്പടി ടയേർഡാണ് ഞാൻ. സോ അങ്ങനെ ഇരുന്നപ്പോൾ ഞാനത് മെറ്റീരിയൽ തന്നെ വാങ്ങിച്ച് ഞാൻ തന്നെ ഒരു സാരി ഡിസൈൻ ചെയ്തിട്ട് ഉടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് കാണിച്ചു തരാം, ചിലപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ യൂസ്ഫുൾ ആയേക്കാം. അപ്പം ഞാൻ മെറ്റീരിയൽ എല്ലാം വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആദ്യം കാണുന്ന ഈ ഫാബ്രിക് നമുക്ക് സാരി ഉണ്ടാക്കുവാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 5.5 മീറ്റർ വേണം. അപ്പം ഞാനിത് 5.5 മീറ്ററാണ് എടുത്തേക്കുന്നത് സാരിക്ക് വേണ്ടി. അപ്പം ഇതൊരു 3 മീറ്റർ നമ്മൾ താഴ്ഭാഗം ഞൊറിവിട്ട് കൊടുക്കുന്ന ഭാഗമാണ് 3 മീറ്റർ ഈ ലേസ് ഫാബ്രിക് എടുത്തേക്കുന്നത്. ഇത് വളരെ എലഗന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര രസമുണ്ട് ഇതിന്റെ കളർ കാണാൻ. നിങ്ങൾക്ക് കാണാലോ, കണ്ടോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസാണ്, വളരെ സോഫ്റ്റ് ആണ്, നമ്മുടെ ദേഹത്ത് കുത്തിക്കൊള്ളൊന്നുമില്ല. അപ്പോൾ ഇത് താഴ്ഭാഗത്ത് ചുരുക്കിടുന്ന ഭാഗത്തുള്ളതാണ് ഇത്, നമ്മൾ ഞൊറിവിടുന്ന ഭാഗം. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുന്നത് നെറ്റാണ്. അപ്പോൾ നിങ്ങൾ നെറ്റിന്റെ ഫാബ്രിക്സ് ഉപയോഗിക്കുമ്പോൾ ഓൾവേസ് നിങ്ങൾ എന്താ പറയുക, കട്ടിയുള്ള ഫാബ്രിക്, നമ്മൾ കോട്ടന്റെ ആണ് നമ്മൾ അണ്ടർസ്കർട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും അതിന് എടുപ്പ് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിന് സാറ്റിൻ ഫാബ്രിക്കാണ് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ അണ്ടർസ്കർട്ട് തയ്ക്കാൻ വേണ്ടി 2.5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, സാറ്റിൻ ഫാബ്രിക്. എന്നാൽ ഒത്തിരി തിളക്കമില്ല, ഒരു ചെറിയൊരു മാറ്റ് ഫിനിഷൂടായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിന് മേലെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നോക്കി കണ്ടോ, നല്ലൊരു ചെറിയൊരു ഗ്ലോയിങ് എഫക്റ്റുമായിട്ട് ഇത് ഭയങ്കര രസമായിരിക്കും സാരി ചെയ്ത് വരുമ്പോൾ. ഞാനും വെരി എക്സൈറ്റഡ് ആണ്. ഈ സാരി മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ, ഞാൻ ഉടുത്തിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് പല്ലു, നമ്മുടെ ധാവണി ചുറ്റുന്ന ഭാഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് വേറൊരു തിൻ ഫാബ്രിക്കാണ്. ഇതിനകത്തും സാറ്റിൻ ഒരു ടച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു സിൽക്കി സാറ്റിനാണ്. ഇതിന്റെ തന്നെ പല വേർഷൻ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഞാൻ എടുത്തേക്കുന്ന അടുത്ത ഫാബ്രിക് ഇത് തന്നെ സെയിം ആണ് എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ സാരി ബ്ലൗസിന്. ഇത് ഡിസൈനർ സാരി ബ്ലൗസ് ആണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ട് ഫ്രണ്ടും ബാക്കും വന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടൊരു ഫാബ്രിക്കാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് 1 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് 3/4 സ്ലീവ് വെച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. പക്ഷെ അതിന് പകരമായിട്ട് ഞാൻ ഓർത്തിച്ചിരി ഡിഫറെൻ്റ് ആയിക്കോട്ടെ, ഒരു പാർട്ടി ആണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനൊരു ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് ഇത് എടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് ഇതിൽ ബീഡ്സ് വർക്ക് കൂടെ വരുന്നുണ്ട്, കണ്ടോ? ഇത് കുറച്ച് ബീഡ്സ് വർക്കുമായിട്ട്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും കയ്യിൽ ചെയ്യാൻ പോകുന്നത്, കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇനി ഇതിൽ കുറച്ച് പാട്ടൂടെ വരാനുണ്ട്, എന്നാലേ സാരിയുടെ ഫിനിഷിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനത്തെയൊക്കെ സാരി നമ്മൾ കടകളിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടാനില്ല. ഇനി കിട്ടിയാൽ തന്നെ ഇത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ലേസ് ഈ ഷോപ്പുകളിൽ തന്നെ വാങ്ങാൻ കിട്ടും. ഞാൻ ഇതിനു വേണ്ടി സിൽവർ ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം ഇതിനൊരു സിൽവറിഷ് ആണ് ഇതേ വരുന്ന സീക്വൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സിൽവറിഷ് ആണ് ഇതിന് ബോർഡർ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, സിൽവറിഷ് ആയിട്ട് ഇതിന് ബോർഡറൂടെ ചെയ്ത് കൊടുക്കും, കാണാമോ? ഇതിനു വേണ്ടി ധാവണിക്ക് വേണ്ടി 2.5 മീറ്റേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധാവണിയുടെ ബോത്ത് സൈഡ്സ്, ഈ 2.5 വരുന്ന ബോത്ത് സൈഡ്സ് ലോങ് സൈഡ് ഈ ലേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഓർത്തു പല്ലുവിൻ്റെ ഭാഗം എൻഡ് വരുന്ന ഭാഗത്തിന് ഇച്ചിരിയും കൂടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലത്തെ ലേസ് വാങ്ങിച്ചു. നമുക്ക് ഒരുപാട് വെറൈറ്റീസിൽ ലേസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഞാൻ ഓർത്ത് ഇച്ചിരി കിങ്ങിന് പോലെ കിടന്നോട്ടെന്ന് വിചാരിച്ചു. എന്തിനാണ് കുറയ്ക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇതിനെ ഞാൻ എൻഡ് പാർട്ടിലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ക്ലാസിക് ലുക്കായിരിക്കും. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നേലും മുന്നേ ഇത് അറിയാമായിരിക്കാം. എന്നിരുന്നാലും എനിക്ക് തോന്നിയ ഒരു ഡിസൈൻ ഞാനോർത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാമല്ലോ. ഇതാകുമ്പം ഒത്തിരി വിലയൊന്നും ആവുകയില്ല. ഇതിന് എനിക്ക് തോന്നുന്നു 600-650 ആണ് പെർ മീറ്റർ. ഇത് ചീപ്പാണ്. ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ 150 ഒക്കെ ആവത്തുള്ളൂ മീറ്ററിന്. അതുപോലെ തന്നെ ലേസസും, ഈ ലേസ് വന്നിട്ട് ഒത്തിരി കോസ്റ്റ്ലി അല്ല. ഇത് 30 പെർ മീറ്റർ. ഇത് ലേസിന്റെ വില 75. എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. ഇത് തുന്നി ദേഹത്ത് ഇടുന്നിടം വരേക്കും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും ഇത് തയ്ച്ച് ഇതിന്റെ ബ്ലൗസും തയ്ച്ചിട്ട് ഇത് ഇട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ ഒരു ഫാബ്രിക് കൂടെ വാങ്ങിച്ചു, അതുകൂടെ കാണിച്ചേക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഞുറിവിടുന്ന ഭാഗത്തിലേക്ക് ഞാൻ വാങ്ങിയത് ഈ ഫാബ്രിക്കാണ്, കേട്ടോ? ഒരു മജന്റയും ഇതിലൊരു ലൈറ്റ് പിങ്ക് ഫ്ലവേഴ്സ് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട്
എനിക്ക് ഭംഗിയായിട്ട് തോന്നും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭംഗിയായിട്ട് തോന്നി. നോക്കിക്കേ, കണ്ട ഈ ഫാബ്രിക് തന്നെയാണ് ഞാൻ കയ്യിൽ ബ്ലൗസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്താ ഈ കളറ്. ഓക്കെ, അപ്പോൾ ഇതിന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സാരി ബ്ലൗസിന് ഞാൻ ഇതേ തന്നെ ഫാബ്രിക് എടുത്തേക്കുന്നത്. ഇതൊരു ഇച്ചിരി കൂടിയ നമ്മൾ ഗൗണൊക്കെ തയ്ക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഇത് തന്നെയാണ് ഞാൻ ബ്ലൗസിൻ്റെ ബോഡിക്കും അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടിനും എടുത്തേക്കുന്ന ഇതേ ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പല്ലു വരുന്നത് അതായത് ധാവണി വരുന്നത് ഇതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ഈ പൂവിൻ്റെ അതേ കളറിൽ ഒരു മാച്ച് കിട്ടി. അപ്പോൾ എനിക്കൊന്ന് ഇത് നല്ല രസമായിരിക്കും ചെയ്തു വരുമ്പോഴേക്കും, ക്ലാസിക് ആയിരിക്കും. ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ ഇത് ലേസ് ഞാൻ ഒരുപാട് സിൽവർ നോക്കിയെങ്കിൽ എനിക്കൊന്നും ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞാൻ ഓർത്ത് ഇതുമായിട്ട് വലിയ കുഴപ്പമില്ലാതെ മാച്ചാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു ലേസാണ് എടുത്തത്. ലേസിൽ മാത്രം എനിക്ക് അത്ര സന്തോഷം ഇല്ലായിരുന്നു. എന്നിരുന്നാലും വേറെ കിട്ടാഞ്ഞതുകൊണ്ട് ഇതെടുത്തേക്കുന്നു. ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനി ബ്ലൗസ് തയ്ക്കണം, സാരി സെറ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം പല പല പീസസ് ആയിട്ട് ഒരു ലോഡ് ഇവിടെ ഇരിക്കുകയാണ് സാധനം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇത് കൊടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ ധാവണിയുടെ ഭാഗത്ത് ലേസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈസിയായി പിടിപ്പിക്കാൻ, ഈസി ആയിട്ട് ആർക്കും ചെയ്യാന്നുള്ളൂ കേട്ടോ. വലിയ തയ്യൽ പഠിക്കണമെന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഐഡിയ മാത്രം മതി. വലിയ തയ്യൽക്കാരി ബ്ലൗസ് തയ്യൽ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ദേ ഇവിടെയുള്ള തയ്യലുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഞാൻ തയ്ച്ചു. ഇനി കൈയെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാനുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. തയ്ച്ചു വരുമ്പോൾ ഫിനിഷിങ് ടച്ച് എത്തുമ്പോഴേക്ക് എന്തായാലും ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതുപോലെ വരണം. ചെറിയൊരു ഹോൾ കുറേ വെച്ചു. അപ്പോൾ നമ്മുടെ സാരിക്ക് വേണ്ടിയുള്ള അണ്ടർ സ്കേർട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാരി ഏകദേശം ആയി കേട്ടോ. ഇനിയിപ്പം ബ്ലൗസാണ് അടുത്തത്. അപ്പം ഞാൻ നമ്മുടെ സാരി ബ്ലൗസും ഒക്കെ തയ്ച്ചു. നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഞാനത് ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിലോട്ട്. അതെങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നിങ്ങൾ തന്നെ പറയുക. വളരെ സിമ്പിളാണ്. പിന്നെ ബ്ലൗസ് തയ്ക്കാൻ അറിയാവുന്നവർക്കേ പറ്റുള്ളൂ. അത് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ ബ്ലൗസ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ഞാൻ ഇനി വരുന്നൊരു എപ്പിസോഡിൽ കാണിച്ചു തരാം. എനിവേ സാരിയും ബ്ലൗസും കൊടുത്ത് ഞാൻ പെട്ടെന്ന് വന്ന് നിൽക്കുകയാണ്. ഞാൻ വലിയതായിട്ട് ഭംഗിയായിട്ടൊന്നും കൊടുത്തിട്ടില്ല, എങ്കിലും ജസ്റ്റ് സിമ്പിളായിട്ട് കൊടുത്തിട്ട്. ഉടുത്ത് നിങ്ങളുടെ മുന്നിൽ വന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സാരി ചെയ്ത് നോക്കി നിങ്ങളൊന്ന് ഉടുത്ത് നോക്കുക കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമ്മളൊരു സാരി ചെയ്തെടുക്കുമ്പോൾ അതിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഉടനെ തന്നെ നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.